അപ്പിലേക്കാണ് ഇപ്പോൾ ഒരു ട്രേഡ് കൊടുത്തിരിക്കുന്നത് നമ്മൾ. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ അപ്പിലേക്കാണ് ഒരു ട്രേഡ് കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് USD IDR. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് കംപ്ലീറ്റ് കണ്ടോ, അപ്പിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം ഇവിടം വരെ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ടാണ്, ഇവിടെ നല്ലൊരു സപ്പോർട്ടാണ്. പക്ഷേ എൻട്രി ഒരു ഇച്ചിരി മേലെ കിട്ടി, അന്നേരം കുഴപ്പമില്ല. നോക്കാം. അല്ലെങ്കിൽ MTG ഇതിപ്പോൾ ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് MTG നമുക്ക് അപ്പിലേക്കാണ് എടുക്കേണ്ടി വരും. ലോസ് ആവുകയാണെങ്കിൽ അപ്പോൾ അത് വിന്നായി കണ്ടോ. ഇതിങ്ങനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്ത് കൊടുക്കുന്നു. ആൾക്കാർക്ക് വിന്നായി. ഇനിയിപ്പോൾ ഏതാ വിന്ന്, ബിഗ് പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെറിയ പരിപാടികൾ. അടുത്തത് IDR തന്നെ നോക്കാം. സപ്പോർട്ടുണ്ട്. സപ്പോർട്ടിന് നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെ ഉള്ളത്. ആ സപ്പോർട്ടിന് എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പോകുന്നത് മേലോട്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഈ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്തു പിന്നെയും സപ്പോർട്ടായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. നോക്കാം എങ്ങനെയാണത്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താ പറയണത്, നമ്മൾ എത്രത്തോളം വെയിറ്റ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഒന്ന് കണ്ടു, അല്ലെങ്കിൽ പലരും ചെയ്യുന്ന പോലെ കളറ് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, അങ്ങനെയൊന്നുമല്ല ട്രേഡ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പാറ്റേണുകൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സ്ട്രാറ്റജികൾ ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ അരമണിക്കൂർ ഇരിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ 3 ട്രേഡ് 3 സിഗ്നൽസ് തരും നമ്മൾ. ചിലപ്പോൾ അത് 10 മിനിറ്റ് ആവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ സമയങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ള എന്താ പറയുക സിഗ്നൽസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുക്കേണ്ട വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലുള്ള സമയങ്ങൾ നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്കിതുപോലുള്ള റെക്റ്റാങ്കിളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴയ വീഡിയോകൾ ഒരുപാടുണ്ട്. ആ വീഡിയോകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മെയിനാണ് ട്രേഡിങ്ങിന്. അത് നിങ്ങൾ നോക്കുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇപ്പോൾ ഇത്രയും നേരം ഉപയോഗിച്ചിരുന്ന ഒരു സപ്പോർട്ടിനെ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം വെച്ചാൽ ചിലപ്പോൾ ഒരു റീടെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാം. റീടെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. നമുക്ക് താഴോട്ട് തന്നെ പിന്നെ നെക്സ്റ്റ് ട്രേഡ് നമുക്ക് താഴോട്ട് എടുക്കാവുന്നതാണ്. റീടെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഇത് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പിലേക്ക് ട്രേഡ് എടുക്കേണ്ടി വരും. ഓക്കെ, ഇത് റെഡിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, റെഡിൽ ക്ലോസ് ചെയ്താലും ഇതൊരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡിൽ ക്ലോസ് ചെയ്താലും ചിലപ്പോൾ ഒരു MTGക്കുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ ഒരു MTGയിലേക്കുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു ഡോജി പോലെ ഒരു ഗ്രീനൊക്കെയാണ് വരുന്നതെങ്കിലും നമുക്ക് അപ്പിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കൊരു അപ്പിലേക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അപ്പിലേക്ക് ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഞാനും റെഡിയാണ് അപ്പിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാനും അപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് റിസ്ക്കാണിത് ഈ ഒരു ട്രേഡ്. കാരണം ഇവിടെ വേറെ ഈ ഒരു സ്ഥലത്ത് ഒരു സപ്പോർട്ട് കാണുന്നില്ല. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ ഇതും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളത് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോഴും നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക.
ഓക്കെ, എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്തോട്ടെ, മാർക്കറ്റിനനുസരിച്ച് ബിഹേവ് ചെയ്തോട്ടെ, നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രാറ്റജിയിൽ നമ്മൾ കറക്റ്റ് ആയിരിക്കണം. ലോസ് വരാം, ലോസ് ഉണ്ടാവും. ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ MTG നമ്മളിവിടെ അപ്പാണ്, MTG അപ്പ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഈ ഒരു എന്താ പറയുക ഡൗൺ ട്രെൻഡാണെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ചെയ്ത് വന്നതെന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ സ്ട്രാറ്റജി ഒന്നും മാറ്റാൻ പോകുന്നില്ല. നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഒരു എറർ ക്യാൻഡിൽ തരണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എൻട്രി ഒരു ചെറിയൊരു മേലെയായിപ്പോയി, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ചെറിയ നല്ല ഒരു ഭാഗം മേലെയായി, കുഴപ്പമില്ല. ഇതൊരു ഈ ഒരു ക്യാൻഡലിൻ്റെ ഒരു 50% വരണം. ഒരു 50% വന്നാൽ, കണ്ടോ വരട്ടെ, വന്നാൽ നമുക്ക് കൺഫേമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്താ പറയുക ഇതിലേക്ക് അടുത്ത സിഗ്നലിൽ വെയിറ്റ് ചെയ്യുക. നമുക്ക് എഗെയിൻ അപ്പ് തന്നെ കൊടുക്കാം. ഓക്കെ, കാരണം അത് അവിടെ ഒരു അപ്പിലേക്ക് പോകാനുള്ള ചാൻസ് അവിടെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പിലേക്ക് പോകാനുള്ള ചാൻസ് അവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ലോസ് ആവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ലപ്പോഴും നമ്മൾ എഗെയിൻ അപ്പ് ഉപയോഗിക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പിലേക്ക് പോകാൻ തന്നെയാണ്. അവിടെ വേറൊരു വർത്തമാനത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു ചാൻസ് ഇല്ല അവിടെ. ഓക്കെ, നമ്മുടെ വ്യൂ പോയിൻ്റ് അപ്പിലേക്കാണ്. ഇനി മാർക്കറ്റ് എറർ തന്ന് അല്ലെങ്കിൽ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല, ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത സിഗ്നൽ നമുക്ക് നോക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ലോസ് ബുക്ക് ചെയ്തു, നോ പ്രോബ്ലം. ലോസ് ബുക്ക് ചെയ്തു. നമ്മൾ ഇനി അടുത്ത സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത പാറ്റേൺ ഓക്കെ. ഇപ്പോൾ സെല്ലേഴ്സിൻ്റെ ആ പവർ കുറഞ്ഞു വരികയാണ്, മനസ്സിലാവുന്നില്ലേ? സെല്ലേഴ്സിൻ്റെ പവർ കുറഞ്ഞു വരികയാണ് ഈ സമയത്ത്. നമുക്ക് നോക്കാം. USD IDR തന്നെയാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. നമുക്കൊരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സ്മോൾ എല്ലാം കൂടെ കൂടിയിട്ടൊരു പവർ കുറഞ്ഞു. ഓക്കെ, ബയ്യേഴ്സിൻ്റെ പവർ കുറഞ്ഞു, സെല്ലേഴ്സിൻ്റെ പവർ കുറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു അപ്പിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എന്താ പറയണത്, കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡൗൺ ട്രെൻഡോ അല്ലെങ്കിൽ അപ്പ് ട്രെൻഡോ വന്നു കഴിഞ്ഞാൽ അതിന് എഗനിസ്റ്റായിട്ടൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സെയിം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ വരുന്ന ആ ഒരു കണ്ടിന്യൂഷൻ
ഏത് ഇതായാലും ശരി, ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആയാലും ശരി അല്ലെങ്കിൽ അപ്പ് ട്രെൻഡ് ആയാലും ശരി, ആ ഒരു കണ്ടിന്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വീക്കാവാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാൻഡിൽ വീക്ക്, ഈ ഒരു ക്യാൻഡിൽ വീക്ക്, ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ ലോസ് റിക്കവർ ചെയ്യാനുള്ള ഒരു എറർ ക്യാൻഡിലും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് അപ്പിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മൈന്യൂട്ടായിട്ട് നമ്മൾ വിന്നായി. ഓക്കെ, മൈന്യൂട്ടായിട്ട് നമ്മൾ അതിൽ വിന്നായിട്ടുണ്ട്. വളരെ ചെറിയൊരിത്, പക്ഷേ ഈ ഒരു ഇത് മതി. നമ്മുടെ എൻട്രി കറക്റ്റാണെങ്കിൽ നമ്മൾ വിന്നായി. ഓക്കെ, പിന്നെ ബിഗ് പ്രോഫിറ്റ്. ഇനി അതിലെങ്ങാനും സാധാരണ നമ്മൾ പറയുന്നത് വിന്നായിട്ടില്ലെങ്കിൽ നമ്മൾ MTG എടുക്കുന്ന ഒരു ഇതുണ്ട്. ഓക്കെ, MTG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്റ്റെപ്പ് MTG ആണ്. ഓക്കെ, 1 സ്റ്റെപ്പ് MTG എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിഗ്നൽ തന്നു, ആ സിഗ്നൽ അപ്പിലേക്ക് തന്നു, അത് ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കും. മനസ്സിലാവുന്നു? ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് ഞാൻ അപ്പിലേക്ക് തന്നു, അത് ലോസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ അപ്പിലേക്ക് തന്നെ ഒന്നും കൂടെ ട്രേഡ് എടുക്കും. അതിനെയാണ് MTG എന്ന് പറയുന്നത്. ഇതാണ് MTG. അപ്പോൾ ഇവിടെ എങ്ങാനും ഈ ഒരു ഇതിൽ എൻട്രി കിട്ടാത്തവരാണെങ്കിൽ, ബുദ്ധിമുട്ടുള്ള ലോസായിപ്പോരുണ്ടെങ്കിൽ അവർക്ക് MTGയിലൂടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനിയും നമുക്ക് IDRൽ തന്നെ നോക്കാം. ഓക്കെ, കുറച്ചും കൂടെ ഒരു സ്ലോ മൂവ്മെൻറ്റ് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ ദിവസവും ഓരോ പെയറിലാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പല പെയറുകളുണ്ടല്ലോ, പല പെയറുകളുണ്ട്. കൂടുതൽ വിക്ക് വരുന്ന പെയറുകൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കുക. ഓക്കെ, കൂടുതൽ വിക്ക് വരുമ്പോൾ പണി കിട്ടും, അത് ഒടുക്കത്തെ പണിയായിരിക്കും. ഉണ്ടോ? ഇങ്ങനെ വിക്ക് വരുന്നതിൽ നിങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ നമുക്ക് വിക്ക് കുറച്ചും കൂടെ കുറവായിട്ടുള്ളതാണ്, പക്ഷേ ഇവിടെ വരാൻ തുടങ്ങി. എന്നാലും ഈ വിക്കും അതുപോലെ തന്നെ ഈ ഫ്ലക്ച്വേഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നിശ്ചിത സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും എന്താവും, പിന്നെയും അത് എന്താ പറയുക, സാധാരണ ഇതിലേക്ക് പോകും. ഓക്കെ, ട്രേഡ് ചെയ്യുക. പിന്നെ വേറെ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, എന്താണ് ഞാൻ എൻ്റെ ക്യാപിറ്റൽ കാണിക്കാത്തത്, അതുപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെ ആ സൈഡ് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു $6000 എൻ്റെ ക്യാപിറ്റലിൻ്റെ ചെറിയ ഇതൊക്കെ കാണിച്ചായിരുന്നു. അതൊക്കെ കാണിച്ചേ പിന്നെ പല കാര്യങ്ങളാണ് പിന്നെ ലൈഫിൽ വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എൻ്റെ ക്യാപിറ്റൽ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട്, പറയുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് ഇട്ട് തരാം. ഓക്കെ, എൻ്റെ ക്യാപിറ്റൽ എത്രയാണെന്നൊക്കെ അറിയാൻ അല്ലെങ്കിൽ കാണണം താല്പര്യമുള്ളവർ. ഓക്കെ, അങ്ങനെ എന്താ പറയുക, എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, ഒരുപാട് സംഭാവനകൾ ചോദിക്കലാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഓക്കെ, നിങ്ങൾക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതും ഉണ്ട്. അതുകൊണ്ടാണ് അന്ധവിശ്വാസമോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അവനവൻ്റെ വിശ്വാസം അവനവന് വലുതെന്ന് പറഞ്ഞ പോലെ എന്തോ ആയിക്കോട്ടെ. പക്ഷേ എന്തോ എന്ന് വിചാരിച്ച് ഞാൻ വലിയ ട്രേഡറോ ഞാൻ വലിയ കൊണാപ്പനാവുന്നതെന്ന് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവനവന് കുഞ്ഞു വിശ്വാസങ്ങളുണ്ടാവില്ലേ? ഓക്കെ, അതുകൊണ്ട് മാത്രം. ഓക്കെ, അത് ഞാൻ പറയുന്നു, ആർക്കെങ്കിലും ഇത് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ മതി. പ്രീവിയസ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കൊരു അപ്പിലേക്ക് എടുക്കാം, ട്രേഡ് എടുക്കാം. ഒന്നും കൂടെ കുറച്ചും കൂടെ താഴെ വരികയാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, പോട്ടെ. നമുക്ക് കറക്റ്റ് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഗ്യാപ്പ് ഡൗൺ ആണ്. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് നോക്കാം. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഡൗണിലേക്ക് പോയി. കറക്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഡൗണിലേക്ക് തന്നെ പോയത്. ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു ഡൗണിലേക്ക് പോയി. പക്ഷെ അത് ക്യാപ്റ്റൺ ആയതുകൊണ്ടുള്ള പണി കിട്ടിയാണ്. കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. പോട്ടെ.
ഇതിനിപ്പോൾ വലിയൊരു ഇത് നമുക്ക് നോക്കാനില്ല. ഇതിനിപ്പോൾ ഒരു വലിയൊരു ഫ്ലക്ച്വേഷൻ വന്നിട്ട് അപ്പിലേക്ക് പോകാമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. വലിയൊരു അല്ലെങ്കിൽ നല്ലൊരു ഇത് വന്നിട്ട് ക്യാൻഡിൽ മേലോട്ട് പോയിട്ട് ഇവിടെ വന്ന് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിലും MTG അപ്പിലേക്ക് തന്നെയാണ് നമ്മൾ എടുക്കുക. MTG അപ്പ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വേറെ ഒരു ചിന്തയും വേറെ ഒരു ഇതും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. MTG അപ്പിലേക്ക് നമ്മൾ എടുക്കുന്നു. നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഈ ക്യാൻഡിലിൻ്റെ ഇതായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോസ് എടുക്കേണ്ടി വരും. താഴോട്ട് പോയി പക്ഷേ ഇത് അപ്പിലേക്ക് തന്നെ, ഈ ക്യാൻഡിൽ അപ്പിലേക്ക് തന്നെ പോകും. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഇത് അപ്പിലേക്ക് പോകും. ഈ ഫ്രെഡി അല്ലല്ലോ, ഈ ഫ്ലോസ് നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പ് കീന നമ്മൾ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക ക്യാപിറ്റലിൻ്റെ കളിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ നെക്സ്റ്റ് ക്യാൻഡിലോ ഓക്കെ വീട്ടിക്കട്ടെ, ആൾക്കാർക്ക് മനസ്സിലാവും. നെക്സ്റ്റ് അല്ല നെക്സ്റ്റ് ആണ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ കളിയാണ്. നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് തട്ടിയൊന്ന് മേലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഭാഗം ഓക്കെ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസും ഒക്കെ, എത്ര പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടാവുന്നോ അത്രത്തോളം നല്ലതാണ്. ഓക്കെ, അത്രത്തോളം നല്ലതാണ് നമുക്ക് എന്താ പറയുക പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ പ്രാക്ടീസ് ഇല്ലാതെ വെറുതെ വന്ന് ട്രേഡിന് ഇരിക്കുമ്പോഴാണ് എന്താവുന്നത് ലോസ് കൂടുതൽ നമുക്ക് വരുന്നത്. ലോസ് കൂടുതൽ വരുന്നില്ല, ആ ലോസിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലാവുന്നുണ്ടോ? ആ ലോസിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് നല്ലതായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമുക്ക് 1 മിനിറ്റ് 2 3 4 അല്ലേ, 1 2 3 ലോസായി 4 5 ഓക്കെ, 5/4 ഒരെണ്ണം ലോസായി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും, എനിക്കടക്കമുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത് ചാടും, അതിൻ്റെ അടുത്ത് ചാടും, അതിൻ്റെ അടുത്ത് കയറും, അതിൻ്റെ അപ്പുറത്ത് ചാടും, അങ്ങനെ ഒന്നിനും ഒരു സ്റ്റിക്ക് ഓൺ അല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഒരു സ്ട്രാറ്റജിയിൽ മാസ്റ്റർ ചെയ്യുക. ഓക്കെ, ഒരു സ്ട്രാറ്റജിയിൽ മാത്രം മാസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ 2 സ്ട്രാറ്റജി അതിൽ മാത്രം നന്നായിട്ട് എത്രത്തോളം നമുക്ക് സ്ട്രാറ്റജിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എന്തായാലും ഡെമോ അക്കൗണ്ട് തന്നിട്ടുണ്ടല്ലോ, കോട്ടക്സ് ഡെമോ അക്കൗണ്ട് തന്നിട്ടുണ്ടല്ലോ, ആ ഡെമോ അക്കൗണ്ടിൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ലല്ലോ. ആ ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് എല്ലാ സ്ട്രാറ്റജിനെ കുറിച്ച് മനസ്സിലാവുകയും നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് എടുക്കാൻ പറ്റുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഗതികളൊക്കെ ഇത്രയേ ഉള്ളൂ. വേറെ എന്താ പറയുക വലിയ ഇതൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ 5% ഓക്കെ ക്യാപിറ്റലായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നിങ്ങളൊരു കാര്യം ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ ഈ VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം മനസ്സിലായില്ലേ, ഞാൻ ട്രേഡ് എടുക്കുന്നത്
ഇങ്ങനെ കോപ്പിയായിട്ട് ഇവിടെ ഇടുന്നു, അതുമാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ VIP ഗ്രൂപ്പിൽ 250ഓളം ആൾക്കാരുണ്ട്. ഇനി നിങ്ങൾക്കും കൂടെ ഒരു ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മായവ ട്രേഡിങ്ങിൻ്റെ മെയിൻ ഗ്രൂപ്പിൽ പോവുക. മായവ ട്രേഡിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോട്ടക്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡെപ്പോസിറ്റൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് പേര് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിലൊരാളായി മാറുക. ഇനി പഠിച്ചുകൊണ്ട് എനിക്കൊരു വരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് നോക്കണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എനിക്കിതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യണം, സിഗ്നൽസൊക്കെ അനലൈസ് ചെയ്യണമെന്നുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ VIP ഗ്രൂപ്പിലും കൂടെ ചേരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.